ഓണം കേരളത്തിന് അത് വെറും പൂക്കളുടെയും സദ്യയുടെയും കലാമേളകളുടെയും ആഘോഷമല്ല. ഇത് കോടികൾ മറയുന്ന ഒരു വ്യവസായ മേളയാണ്. സർക്കാരിന്റെയും വ്യാപാര ലോകത്തിന്റെയും വരുമാന ചക്രങ്ങൾ വേഗത്തിൽ കറങ്ങുന്ന ഒരു ഉത്സവകാലം. ടാക്സ് വരുമാനവും വിദേശ നാണ്യവും പ്രാദേശിക വിപണികളുടെ ആവേശവും ഒക്കെ ഒരുമിച്ച് നിറയ്ക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ ഓണം. സ്വാഗതം എൻട്രി കൊമേഴ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക്. ഓണം തുടങ്ങും മുൻപേ തന്നെ പൂക്കച്ചവടം കേരളത്തിലെ വിപണികളിൽ വൻ സാമ്പത്തിക ചലനം സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ആലുവ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ പ്രധാന മാർക്കറ്റുകളിൽ നിന്നും ഓരോ വർഷവും 40 മുതൽ 60 കോടി രൂപ വരെ പൂക്കളുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പങ്ക് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പൂക്കൾക്കാണ്. ആഭ്യന്തര കൃഷിയും ചെറിയ വ്യാപാരികളും ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ലാഭം കണ്ടെത്തുന്നത് പൂക്കച്ചവടങ്ങളിലൂടെയാണ്. മറ്റൊരു പ്രധാന വരുമാന സ്രോതസ് മദ്യവിൽപ്പന. 2023 ഓണം സീസണിൽ 759 കോടി രൂപ വിലയുള്ള മദ്യം 10 ദിവസത്തിനുള്ളിൽ വിറ്റഴിച്ചു. ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ വിൽപ്പന. 2024 ഈ റെക്കോർഡ് വീണ്ടും പൊട്ടിച്ചു. വിൽപ്പന 818 കോടി കടന്നു. ബെവ്കോ, KSBC തുടങ്ങിയ സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്ക് എക്സൈസ് ടാക്സ്, സെയിൽസ് ടാക്സ്, സർചാർജസ് വഴി 100 കണക്കിന് കോടി രൂപയുടെ വരുമാനം ഈ ഒരു സീസണിൽ നിന്നുമാണ് ലഭിക്കുന്നത്. മലയാളികൾ ഓണക്കാലത്തെ പറ്റി ഓർക്കുന്നത് തന്നെ ഓണം ബമ്പർ മുഖാന്തരമാണ്. 2021 സമ്മാനത്തുക കുറച്ചതിന് ശേഷം സർക്കാരിന് വരുമാനമായത് ഏകദേശം 125 കോടി. 2022 അത് 270 കോടിയായി ഉയർന്നു. കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 2024-25 വർഷങ്ങളിലും ഈ വരുമാനം 300 മുതൽ 330 കോടി വരെ എത്തുമെന്നാണ് പ്രവചനം. ഓണക്കാലത്തെ വ്യാപാര ചലനം സംസ്ഥാനത്തിന്റെ GST വരുമാനത്തിലും സ്വന്തം നികുതി വരുമാനത്തിലും നേരിട്ട് പ്രതിഫലിക്കുന്നു. 2023-24 ഓണ സീസണിൽ മാത്രം സംസ്ഥാനത്തിന്റെ സാധാരണ മാസാന്ത്യ GST ശരാശരിയേക്കാൾ 3.3% അധികം പിരിച്ചെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം 3.3% അധികമാണ് ഓണക്കാലത്ത്. നികുതി അല്ലാത്ത മറ്റു വരുമാനങ്ങൾ 8.1% വളർന്നു. കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനം 4% അധികമായി ഉയർന്നു. ഇതിന് പ്രധാന സംഭാവനകൾ നൽകിയിരിക്കുന്നത് വസ്ത്രം, ആഭരണം, ഇലക്ട്രോണിക്സ്, ഭക്ഷ്യവസ്തുക്കൾ എന്നീ മേഖലകളാണ്. ഓണത്തിന് മുന്നോടിയായി വിദേശ നാണയത്തിന്റെ ഒഴുക്ക് കേരളത്തിലേക്ക് ശക്തമാകുന്നു. ഗൾഫ് രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഏകദേശം 35 ലക്ഷം മലയാളികൾ കുടുംബങ്ങൾക്ക് അയക്കുന്ന പണം ബാങ്കുകളുടെ NRI ഡിപ്പോസിറ്റുകൾ വർദ്ധിപ്പിക്കുന്നു. ഓണക്കാലത്ത് സാധാരണ മാസങ്ങളേക്കാൾ 25 മുതൽ 30% അധിക റെമിറ്റൻസ് എത്തുന്നു. 2023 കേരളം ഇന്ത്യയിലെ NRI ഡിപ്പോസിറ്റ് വിഹിതത്തിൽ ഏറ്റവും മുന്നിൽ നിന്നു. ഏകദേശം 85 ബില്യൺ, അതായത് 7 ലക്ഷം കോടി NRI ഡിപ്പോസിറ്റുകളുമായി. ഈ പണമാണ് വിപണിയിൽ ലിക്വിഡിറ്റി കൂട്ടുകയും വിൽപ്പനയും GST വരുമാനവും ഉയർത്തുകയും ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓണം ഒരു സാംസ്കാരിക ഉത്സവം മാത്രമല്ല, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക എഞ്ചിൻ കൂടിയാണ്. 2025-26 ഓണക്കാലവും ഈ വരുമാനം 5 മുതൽ 8% വരെ വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. എൻട്രി കൊമേഴ്സിന്റെ മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.